ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില ടേംസ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ഒരു പുതിയ ടേം പരിചയപ്പെടാം. അക്കൗണ്ട്. എന്താണ് അക്കൗണ്ട് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് യൂണിറ്റിൽ ദിനംപ്രതി അനേകം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ബിസിനസ്സിൽ കൂടെ പർച്ചേസസ് നടത്തും, തുടർച്ചയായിട്ട് സാധനങ്ങൾ വിൽക്കും, കാലാകാലങ്ങളിൽ പലിശ കിട്ടും, കാലാകാലങ്ങളിൽ പലിശ കൊടുക്കും, കാലാകാലങ്ങളിൽ നമ്മൾ റെന്റ് കൊടുക്കും, മാസം തോറും ശമ്പളം കൊടുക്കും, ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ സംഭവിക്കും. ഇങ്ങനെ ധാരാളം ഈവൻസ്, നൂറുകണക്കിന് ഈവൻസ് ദിനംപ്രതി നടക്കും. ഒരു വർഷ അവസാനമാകുമ്പോൾ ആ സ്ഥാപനത്തിൽ ഓരോ ഹെഡിലും എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരേപോലെയുള്ളതായ ഈവൻസ് ഒരിടത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആ ഈവന്റില്, ആ ഹെഡില് അതിന്റെ കണ്ടൻസ്ഡ് റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട്, ധാരാളം പ്രാവശ്യങ്ങളിൽ പർച്ചേസ് നടത്തുന്നുവെങ്കിൽ ആ പർച്ചേസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു വർഷ കാലയളവിൽ ആകെ പർച്ചേസസ് എത്ര നടത്തി എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ശമ്പളം മാസം തോറും കൊടുക്കാറുണ്ട്. മാസം തോറും കൊടുക്കുന്ന ശമ്പളം മാത്രം എടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തെങ്കിൽ മാത്രമേ ആകെ ശമ്പളം ആ ഒരു വർഷം എത്ര കൊടുത്തു എന്ന് നിർണയിക്കുവാൻ സാധിക്കുകയുള്ളൂ. റെന്റ് മാസാമാസങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ മാസം തോറും കൊടുത്തതായ റെന്റ് ഒരുമിച്ച് ഒരിടത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആകെ റെന്റ് എന്ത് കൊടുത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ട്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ കണ്ടൻസ്ഡ് ഹെഡ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഈവൻസ്. ഒരു ബിസിനസ്സിൽ നടന്ന ഈവൻസിനെ ഹെഡ് വൈസ് ആയിട്ട് ഇനം തിരിച്ചിട്ട് ഓരോ ഇനത്തിലും എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന, ഉപയോഗിക്കുന്ന ഒരു രേഖയാണ്, ഡിവൈസ് ആണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് ടേക്ക് ദിസ് T-shape. That means the account has two sides. The first half is called debit side. Debit side. The second half is called credit side. ഇങ്ങനെ ടി ഷേപ്പിലുള്ള ഈ അക്കൗണ്ടിന്റെ ഇടത് സൈഡിൽ രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ പറയുന്നത് ഡെബിറ്റിംഗ് ആൻഡ് അക്കൗണ്ട് എന്നാണ്. ഡെബിറ്റിംഗ് ആൻഡ് അക്കൗണ്ട്. വലതുവശത്ത് രേഖപ്പെടുത്തുന്നതിന് ക്രെഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയും. ക്രെഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന്റെ ഇടത് സൈഡിലും വലത് സൈഡിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. എഴുതുന്നതിന് ചില നിയമങ്ങൾ ഉണ്ട്. അത് ഒരു അക്കൗണ്ടന്റ് ഏത് ബിസിനസ്സിൽ ഇരുന്നാലും ആ നിയമങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ അക്കൗണ്ട്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ രാജന്റ് അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് തുടങ്ങി നിരവധി അക്കൗണ്ട് ഉണ്ട്. ഈ വ്യത്യസ്തങ്ങളായ അക്കൗണ്ട്സ് മൂന്നായി തരംതിരിക്കുന്നു. ഒന്നാം പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. രണ്ട് റിയൽ അക്കൗണ്ട്. മൂന്ന് നോമിനൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ദ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു persons are called personal accounts. രാമൂരിന്റെ അക്കൗണ്ട്, ഫെഡറൽ ബാങ്ക് അക്കൗണ്ട്, സെന്റ് ഗ്രിഗോറിയസ് കോളേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെയും സ്ഥാപനത്തിന്റെയും അക്കൗണ്ടുകളാണ്
പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ അക്കൗണ്ട് 3 രീതിയിലുണ്ട്. ഒന്നാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. നാച്ചുറൽ പേഴ്സൺസിന്റെ അക്കൗണ്ട്, വ്യക്തികളുടെ അക്കൗണ്ട്. രാമുവിന്റെ അക്കൗണ്ട്, എയുടെ അക്കൗണ്ട്, അതെല്ലാം വ്യക്തികളാണ്. ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. ബി, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, എന്നാൽ അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. അക്കൗണ്ടിങ് ലാംഗ്വേജിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെഡറൽ ബാങ്ക് ആണെങ്കിലും സെന്റ് ഗ്രിഗോറിയോസ് കോളേജ് ആണ് എങ്കിലും സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് എല്ലാം വരുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന കാറ്റഗറിയിലാണ്. മൂന്നാമത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ അവിടെ വ്യക്തികളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ അവിടെ സ്ഥാപനങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വ്യക്തികളുടെ പേരുമില്ല, സ്ഥാപനങ്ങളുടെ പേരും ഇല്ല. എക്സാമ്പിൾ പറയാം. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അർത്ഥം എന്താ? വേജസ് കൊടുക്കാനുണ്ട്. ഇവിടെ ഒരു വ്യക്തിയുടെ പേരുണ്ടോ ഇതിനകത്ത്? ഇല്ല. ഒരു സ്ഥാപനത്തിന്റെ പേരുണ്ടോ? അതുമില്ല. പക്ഷെങ്കിൽ വേജസ് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ അക്കൗണ്ട് ചില വ്യക്തികളെ സൂചിപ്പിക്കുന്നു. ആർക്കെല്ലാമോ ആണത് കൊടുക്കാനുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് റുപ്പീസ് 5,000. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 5,000 രൂപയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉടനെ ഇത് ആർക്കെല്ലാമാണ്? ഉദാഹരണമായിട്ട് ഇത് എക്ക്, ബിക്ക്, സിക്ക്, ഡിക്ക്, ഇക്ക് 1000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുക്കുവാനുണ്ട്. നോക്കിക്കേ, ഇവിടെ പറഞ്ഞ അക്കൗണ്ട് ഏതാ? ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. അവിടെ വ്യക്തിയുടെ പേരുണ്ടോ? ഇല്ല. സ്ഥാപനത്തിന്റെ പേരുണ്ടോ? അതുമില്ല. പക്ഷേ ഇവിടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എ, ബി, സി, ഡി, ഇ എന്നിവരെ റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം എന്താ? ഈ തുക കൊടുക്കാനുള്ളത് ഇത്രയും പേർക്കാണ്. ദിസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് റെപ്രസെന്റ്സ് എ, ബി, സി, ഡി ആൻഡ് ഇ because that amount is payable to them. Therefore, it is called representative personal account. Next, real account. What is real account? These are accounts of assets or properties. അസറ്റിന്റെയും പ്രോപ്പർട്ടിയുടെയും അക്കൗണ്ട്. എന്താ അസറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. എന്താണ്? വിലപിടിപ്പുള്ള എന്തെങ്കിലും സ്വന്തമായി ഉണ്ട് എങ്കിൽ അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിന് ലാൻഡ് ഉണ്ട് എങ്കിൽ അത് അസറ്റാണ്. ഒരു ബിസിനസ് യൂണിറ്റിന് ഫർണിച്ചർ ഉണ്ടായെങ്കിൽ അത് അസറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഇനങ്ങളുടെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. The next one is a nominal account. Actually, accounts other than personal and real are called nominal accounts. റിയൽ അക്കൗണ്ടും അല്ല, പേഴ്സണൽ അക്കൗണ്ടും അല്ല എങ്കിൽ പിന്നെ അതേത് അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട്. These are accounts connected with expenses, losses, incomes, gains. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു എക്സ്പെൻസ്, അല്ല എങ്കിൽ ഒരു ലോസ്, അല്ല എങ്കിൽ ഒരു ഇൻകം, അല്ല എങ്കിൽ ഒരു ഗെയിന്, അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. It is also called fictitious account. Fictitious account or economic accounts. Economic accounts. ഇനി നമുക്ക് കുറെ ഐറ്റംസ് തന്നിട്ട് അത് റിയൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ എന്ന് ഒന്ന് പരിശോധിക്കും. Let us examine one by one. The first item is cash in hand. Cash in hand is no doubt an asset. The accounts of assets are real account. The first one, real account.
Second, land and buildings. Land and buildings also is an asset. The accounts of assets, real account. Real account. Number 3, commission. Commission may be either an expense or income. കമ്മീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ്പെൻസ്, കമ്മീഷൻ നമ്മൾ കിട്ടുകയാണെങ്കിൽ ഇൻകം. എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും അതിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് നോമിനൽ അക്കൗണ്ട്. ദെൻ വേജസ്. നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്, കൂലി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ദെർഫോർ നോമിനൽ അക്കൗണ്ട്. Nominal account. Then Mohan's account. That is the name of an individual. The accounts of individuals are personal accounts. That is personal. Then stationery. That is an expense to the business unit. Therefore, it is a nominal account. Nominal account. Postage. Postage also is an expense. Therefore, it is a nominal account. Nominal account. And salary outstanding. There is no name of either an individual or an organization. Salary outstanding. Payable. Salary കൊടുക്കാനുണ്ടായിരുന്നു. കൊടുക്കാനുണ്ടെങ്കിൽ ആർക്കൊക്കെയോ ആണ്, ആരെയൊക്കെയോ അത് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ that is a personal account. That is representative personal account. അപ്പോൾ ആ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് പ്രത്യേകതയുണ്ട്. കേട്ടാൽ അഥവാ കണ്ടാൽ നോമിനൽ അക്കൗണ്ടിനെ പോലെ ഇരിക്കും. സാലറി ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു വേർഡ് കൂടി വന്നു. എന്താണത്? ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടിന്റെ മുൻപോ പിൻപോ ക്വാളിഫയിങ് വേർഡായ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തുടങ്ങിയ പദങ്ങൾ വരുന്നു എങ്കിൽ അത് ഒരു നോമിനൽ അക്കൗണ്ട് അല്ല, മറിച്ച് അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഏത് പേഴ്സണൽ അക്കൗണ്ട്? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ. Then wages prepaid. Here also wages is an expense. Therefore, wages is a nominal account. But there appeared a qualifying word. Wages കഴിഞ്ഞിട്ട് അതിന്റെ പിൻപായിട്ട് അത് കഴിഞ്ഞ് ഒരു ക്വാളിഫയിങ് വേർഡ് വന്നു. ഏതാ? പ്രീപെയ്ഡ്. അതുകൊണ്ട് ഇത് നോമിനൽ അക്കൗണ്ട് അല്ല, പിന്നെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഇത് ചില വ്യക്തികളെ റെപ്രസെന്റ് ചെയ്യും. That is personal. Then capital. Capital നമ്മൾ നേരത്തെ കണ്ടതാണ്. Capital is the claim of the owner in the business. ബിസിനസ്സിൽ ഓണർക്കുള്ളതായ ക്ലെയിമിനെ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആരുടെ അക്കൗണ്ട് ആണ്? ഓണറുടെ അക്കൗണ്ട്. ഓണർ എന്ന് പറയുന്ന ആരാണ്? ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? രൂപയോ മൂല്യമുള്ള മറ്റ് വസ്തുവകകളോ ബിസിനസ്സിൽ നിന്ന് ഓണറുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. മണി ഓർ മണീസ് വർത്ത് ടേക്കൺ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, ഇറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. ഉദാഹരണം പറയാം. ഒരു ബിസിനസ്സിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ട് അതിന്റെ ഓണർ തന്റെ മകന് ഫീസ് കൊടുത്തു. ആ 10,000 രൂപ എന്തിനാണ് എടുത്തത്? വ്യക്തിപരമായ ആവശ്യത്തിന്. അത് ഡ്രോയിങ്സ് ആണ്. ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരൻ കുറെ ടെക്സ്റ്റൈൽ ഐറ്റംസ് എടുത്തിട്ട് തന്റെ കുടുംബ അംഗങ്ങൾക്ക് കൊടുക്കും. അവിടെ എന്താ എടുത്തുകൊണ്ട് പോയത്? സാധനമാണ് എടുത്തുകൊണ്ട് പോയത്. എന്തിനാണ് എടുത്തുകൊണ്ട് പോയത്? വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ എടുത്തുകൊണ്ടുപോയ ആ ടെക്സ്റ്റൈൽ ഗുഡ്സിന്റെ മൂല്യം എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ഒരു ബിസിനസ്സിൽ ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഉടമസ്ഥന് ആ ബിസിനസ്സിലുള്ളതായ അവകാശം കുറയുന്നു. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയാൻ അയാളുടെ ക്ലെയിമാണ്, അവകാശമാണ്. പക്ഷേ 50,000 രൂപയുടെ സാധനം എടുത്തുകൊണ്ട് പോയി. അത് ഡ്രോയിങ്സ് ആണ്.
ഇനിയും അയാളുടെ ക്ലെയിം 5 ലക്ഷം ഇല്ല, ഇനി എത്രയേ ഉള്ളൂ? 4,50,000. എങ്ങനെയാണ് 4,50,000 കിട്ടിയത്? അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ക്ലെയിം 5 ലക്ഷം, അയാൾ എടുത്തുകൊണ്ട് പോയത് 50,000, ബാക്കി അവകാശപ്പെട്ടത് 4,50,000 എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഉടമസ്ഥന്റെ അവകാശമായ ക്യാപിറ്റലിന്റെ തുക കുറയും. ബാക്കി ടേംസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.